ഇത് തുറന്നപ്പോ ഏത് നിലയിലായിരുന്നു? മേളിലത്തെ സ്ലാവ് പൊക്കി എന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം മൂന്ന് സൈഡ് ഫ്രണ്ടില് 2 സ്ലാബായിരുന്നു. അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി. എന്നിട്ട് ഒരു സൈഡ് ആദ്യം വല സൈഡ് പൊളിച്ചു. അതിൽ പുറത്താണ് സിമന്റ് കൊണ്ട് പൂശിയിരുന്നത്. സിമന്റ് കെട്ടായിരുന്നു, ചുടുകല്ലായിരുന്നു. ഇതിനകത്ത് മൊത്തം ഭസ്മം കഴുത്ത് വരെ ഇട്ടതായിരിക്കും. പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായതുകൊണ്ടായിരിക്കും ഇരിക്കുന്ന നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. മുഖം തിരിച്ചറിയാം. പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പുതച്ചിരിക്കുകയായിരുന്നു. അത് ഈ ഭസ്മത്തിന്റെയും കർപ്പൂരത്തിന്റെയും കൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. വെള്ളയായിട്ടാണ് കണ്ടത്, തോന്നിയത്. പക്ഷെ അത് ഗോപൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അറിയാം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻ സ്വാമി എന്ന് തന്നെ അറിയാം. ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ്. പൂജാദ്രവ്യം ഇല്ല. ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് അറിയാമായിരുന്നു. കർപ്പൂരത്തിന്റെ സ്മെല്ലുണ്ടായിരുന്നു. ഉണ്ടാണ് കർപ്പൂരം. എത്ര സമയം എടുത്തു അവിടെ എല്ലാ കാര്യങ്ങളും കൂടി? 7:15 തൊട്ട് 9:30 വരെ, 9:15 വരെ. അപ്പൊ മൃതദേഹം നമുക്ക് ഫോണെല്ലാം അവര് മാറ്റി വായിക്കുകയായിരുന്നു. ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നല്ലേ? ഇരിക്കുന്ന അവസ്ഥയില്ല. അതേ അവസ്ഥയിൽ തന്നെയാണ് കൊണ്ടുപോയത്? അല്ലല്ല, പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ടേബിളിൽ കിടത്തി മൊത്തം. പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ അതിനുശേഷം ഇൻക്വസ്റ്റ് നടത്തി ആണ് കൊണ്ടുപോയി. ആദ്യം സാന്നിധ്യം ഇല്ലല്ല. പക്ഷെ വായ മാത്രമാണ് ഒരു വല്ലാത്ത ഇതിൽ തുറന്നിരിക്കുകയായിരുന്നു. നാക്ക് കറുത്തിരിക്കും പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ വായ്ക്കകത്ത് ഒരു വല്ലാത്ത നിറം, അത്രേ ഉള്ളൂ. അരക്ക് താഴെ കഴുകിയാണ്. അരക്ക് താഴെ കഴുകിയ അങ്ങനെ ഒന്നും ഇല്ല.